Hi friends, welcome to SULUZ DIARIES. ഞാൻ അജ്മി സുൽത്താന. ഇന്ന് നമുക്ക് ടൊളുമ്നിയ ഓർക്കിഡ്സിൻ്റെ കെയറും അതിൻ്റെ പരിചരണ രീതികളും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ടൊളുമ്നിയ ഓർക്കിഡ്സിൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓൺസീഡിയത്തിൻ്റെ തന്നെ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ടൊളുമ്നിയാസ്. ഒരു മിനിയേച്ചർ ടൈപ്പ് പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ടൊളുമ്നിയ ഓർക്കിഡ്സ്. ടൊളുമ്നിയാസിനെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഓൺസീഡിയം വെറൈറ്റിയുടെ ഒരു പ്രൊപ്പഗേഷനും കെയറും ഒക്കെ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ കെയറും ഇതിൻ്റെ പരിചരണ രീതികളും ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ ടു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ചെറിയ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ടൊളുമ്നിയ ഓർക്കിഡ്സ് എങ്ങനെയൊക്കെയാണ് പരിചരിക്കേണ്ടതെന്നും ഇത് നല്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന, പ്രത്യേകിച്ച് വല്ല കെയർ ഒന്നും വേണ്ടാത്ത ഒരു പ്ലാന്റാണ് നമ്മുടെ ടൊളുമ്നിയാസ്. ഇതിന് പെട്ടെന്ന് അങ്ങനെ രോഗങ്ങളൊന്നും ഉണ്ടാവാറില്ല. നമ്മൾ ജസ്റ്റ് പോട്ട് ചെയ്ത് വെച്ച് കറക്റ്റായിട്ട് ഫെർട്ടിലൈസർ ഫംഗിസൈഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇത് ഫ്ലവർ തരും. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ടൊളുമ്നിയ ഓർക്കിഡ്സിൻ്റെത്. ഇതിന് മിനിയേച്ചർ ഡാൻസിങ് ഗേൾ, മിനിയേച്ചർ ഓൺസീഡിയം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത്. ഈ ഒരു ഒറ്റ കളർ മാത്രമല്ല ഉള്ളത്, ഒരുപാട് വെറൈറ്റി കളർ കോമ്പിനേഷനുള്ള ഒരു വെറൈറ്റി ഓർക്കിഡാണ് നമ്മുടെ ടൊളുമ്നിയാസ്. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്, വളരെ ചെറിയ ഫ്ലവറാണ്. അതുപോലെ പ്ലാന്റും വളരെ ചെറിയ ഒരു കുള്ളനായിട്ട് വരുന്ന ടൈപ്പാണ് നമ്മുടെ ടൊളുമ്നിയ ഓർക്കിഡ്സ്. ഈ ടൊളുമ്നിയ ഓർക്കിഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇയർലി 2 times ആണ് മിക്കവാറും ഇത് ഫ്ലവർ ചെയ്യാറുള്ളത്. ഫെൻലോപ്സിസിനെ പോലെയൊക്കെ തന്നെയുള്ളൊരു ഓർക്കിഡ് വെറൈറ്റിയാണ്. അതുപോലെ ഇതിൻ്റെ ലീഫുകൾ നല്ല ഫ്ലഷി ആയിട്ടുള്ള ലീഫുകളാണ് വരുന്നത്. നല്ല ഒരു കട്ടിയുള്ള ടൈപ്പ് ലീഫുകളാണ്, നല്ല ഗ്രീൻ കളറിലുള്ള ലീഫുകളാണ് വരാറുള്ളത്. പിന്നെ വരുന്നത് ഇത് പോട്ടി മിക്സർ ഇല്ലെങ്കിലും ഇത് നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യാറുണ്ട്. പക്ഷേ പോട്ടി മിക്സർ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഗ്രോത്ത് കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കരിയും ഓടും ഒക്കെ വെച്ചിട്ട് പോട്ടി മിക്സർ യൂസ് ചെയ്താണ് പോട്ട് ചെയ്തിട്ടുള്ളത്. സാധാരണ നമുക്ക് ടൊളുമ്നിയ പ്ലാന്റ്സ് ഇതുപോലുള്ള പോട്ടിലാണ് കിട്ടാറുള്ളത്. ഇതേ രീതിയിൽ തന്നെ നമ്മൾ വെച്ചാൽ ഇത് ഫ്ലവറൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ നേരത്തെ കാണിച്ച പോലുള്ള പോട്ടിൽ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഗ്രോത്ത് കൂടുതലായിട്ട് കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതുപോലുള്ള പോട്ടിൽ നിന്ന് നമ്മൾ മാറ്റണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ടതിന് ശേഷം പെട്ടെന്ന് നമുക്ക് ഈ ടൊളുമ്നിയ ഓർക്കിഡ്സിൻ്റെ വേര് ഇളകാതെ തന്നെ പൊട്ടിപ്പോവാതെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഈ ഓർക്കിഡിൽ പോട്ടി മിക്സർ റെഡിയാക്കിയിട്ട് എടുക്കുമ്പോൾ നിങ്ങളുടെ ക്ലൈമറ്റിനനുസരിച്ച് പോട്ടി മിക്സർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള കാലാവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കഷ്ണം തൊണ്ടും അല്ലെങ്കിൽ ക്ലേ ബോൾസ് അവൈലബിൾ ആണെങ്കിൽ അതും നിങ്ങൾക്ക് ഈ ഒരു പോട്ടി മിക്സറിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തൊണ്ട് പീസിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ ഇൻഫെക്ഷനും അതുപോലെ ഒച്ചിൻ്റെ ശല്യവും കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ അത്ര പ്രോബ്ലം ഉണ്ടാവത്തില്ല. ഇപ്പോൾ നിങ്ങളുടെ ക്ലൈമറ്റ് നല്ല ഹ്യൂമിഡിറ്റി ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കരിയും അതുപോലെ ഓടിൻ്റെ പീസ് മാത്രം ഇട്ടിട്ട് പോട്ടി മിക്സ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ടൊളുമ്നിയ ഓർക്കിഡ്സ് കുറച്ച് ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ പോട്ടി മിക്സ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമുക്ക് പോട്ടി മിക്സ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഓടും അതുപോലെ കരിയുടെ പീസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമുക്ക് ഇടയ്ക്ക് മഴയൊക്കെ കിട്ടുന്നൊരു ക്ലൈമറ്റ് അല്ലേ കേരളത്തിൽ, അതുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നുമില്ല. നിങ്ങൾ ടെറസിലൊക്കെയാണ് ടൊളുമ്നിയ ഓർക്കിഡ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തൊണ്ടിൻ്റെ പീസും കൂടിയൊക്കെ യൂസ് ചെയ്യാം. തൊണ്ടിൻ്റെ പീസ് അല്ലെങ്കിൽ ചകിരിനാരുണ്ടെങ്കിൽ അതും നല്ലതാണ് ഓർക്കിഡിൽ വെക്കാനായിട്ട്. പോട്ടി മിക്സ് ഇല്ലാതെ തന്നെ വളരുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടൊളുമ്നിയാസിനെ വുഡ് മൗണ്ട് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണ്. ഏതെങ്കിലും വേരിലോ അല്ലെങ്കിൽ DIY ആയിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലും തടിയിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ് ഈ ടൊളുമ്നിയാസ്. പിന്നെ നല്ലതായിട്ട് ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ടൊളുമ്നിയാസ്. അപ്പോൾ നിങ്ങൾ 2 തരം വെള്ളം ഒഴിച്ചാലും വളരെ നല്ലതായിരിക്കും. പക്ഷേ വെള്ളം കെട്ടി നിൽക്കുന്നത് നമ്മുടെ സാധാരണ ഓർക്കിഡ്സിനെ പോലെ ഇതിന് ഇഷ്ടമല്ല. നമുക്ക് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ടൊളുമ്നിയാസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ടൊളുമ്നിയാസിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടൊളുമ്നിയാസിനെ പറ്റി കൂടുതലായിട്ട് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ വാട്ടറിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ദിവസം 2 നേരം നന കൊടുത്താൽ വളരെ നല്ലതാണ്. ഒരു നേരം ആയാലും പ്രശ്നമൊന്നുമില്ല. ഒരു നേരത്തിനേക്കാളും 2 നേരമാണ് ഈ പ്ലാന്റ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ 2 നേരം നനച്ചു കൊടുക്കാം. പിന്നെ മഴക്കാലം ആണെങ്കിൽ നമുക്ക് ഒരു നേരം ആയാലും പ്രശ്നമില്ല. നിങ്ങൾ ചൂടുള്ള സമയങ്ങളാണെങ്കിൽ നിങ്ങൾ എന്തായാലും 2 നേരം നനച്ചോളൂ. അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ കൂമ്പിലൊന്നും വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ വെള്ളം ഒഴിക്കണം. അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതേ രീതിയിലായിരിക്കും റിസൾട്ട് ഉണ്ടാവുക. ഇതുപോലെ കൂമ്പ് ചീഞ്ഞിട്ട് പ്ലാന്റ് ഫുള്ളായിട്ട് നശിച്ചു പോകും. അപ്പോൾ
വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ മണ്ടഭാഗത്തൊന്നും വെള്ളം നിൽക്കാത്ത രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വേരിൽ മാത്രം തട്ടുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക. കൂമ്പ് ചെയ്യൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണുവാണെങ്കിൽ നമുക്ക് ഫംഗിസൈഡ് കൊടുത്തിട്ടത് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ പറയാനുള്ളത് സൺലൈറ്റ് ആണ്. സൺലൈറ്റ് ഒരു 75% സൺലൈറ്റ് ഇതിന് വേണം. ഒരുപാട് തണലിലിരിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഫ്ലവർ കിട്ടത്തില്ല. നിങ്ങൾ കറക്റ്റായിട്ട് ഫെർട്ടിലൈസർ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ എല്ലാവരും കറക്റ്റ് വീക്ക്ലി ഫെർട്ടിലൈസർ കൊടുക്കുന്നവരായിരിക്കും, പക്ഷേ ചിലപ്പോൾ അതിനകത്ത് ഫ്ലവർ വരത്തില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈറ്റിംഗ് കറക്റ്റ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ ലൈറ്റ് കറക്റ്റായിട്ട് കൊടുക്കണം ഓർക്കിഡ്സിന്, എങ്കിൽ മാത്രമേ ഫ്ലവർ ഉണ്ടാകത്തുള്ളൂ. ലൈറ്റ് കൂടിക്കഴിഞ്ഞാൽ ലീഫുകളിൽ യെല്ലോ ആയിട്ട് വരാറുണ്ട്, സൺബേൺ ഒക്കെ ഉണ്ടാവാറുണ്ട്, അതുപോലെ ലീഫ് കരിഞ്ഞു വരും. ഈ ഒരു ടൊളുമിയയിൽ 2 ലീഫുകൾ ചെറിയ യെല്ലോയിഷ് ആയിട്ട് നിൽപ്പുണ്ട്. ഇത് ഞാൻ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ മഞ്ഞ കളറായിട്ട് വരുവാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡിലോട്ട് മാറ്റി വെക്കണം. നമ്മുടെ ഓർക്കിഡ്സിൻ്റെ ലൈറ്റിങ് കറക്റ്റാണോ എന്നുള്ളത് നമ്മുടെ ഓർക്കിഡിൻ്റെ ലീഫ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ലൈറ്റ് ഗ്രീൻ കളറാണ് നമ്മുടെ ഓർക്കിഡിന് കറക്റ്റായിട്ട് വേണ്ടത്. ലൈറ്റ് ഗ്രീൻ കളർ എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രീൻ ആപ്പിൾ അല്ലെങ്കിൽ ഒലീവ് ഗ്രീൻ, ആ ഒരു കളറാണ് ലൈറ്റ് ഗ്രീൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ ആ ഒരു ഷെയ്ഡാണെങ്കിൽ നിങ്ങളുടെ ഓർക്കിഡിന് കിട്ടുന്ന സൺലൈറ്റ് കറക്റ്റ് ആണെന്നുള്ളതാണ്. ഡാർക്ക് ഗ്രീൻ ആയിട്ട് ഇരിക്കുവാണ് ലീഫ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർക്കിഡിന് കിട്ടുന്ന സൺലൈറ്റ് കുറവാണെന്നാണ്. അപ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് സൺലൈറ്റ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സൺലൈറ്റ് കറക്റ്റ് അല്ലെങ്കിൽ ഫ്ലവർ കിട്ടത്തില്ല. അപ്പോൾ ടൊളുമിയ ഓർക്കിഡ്സിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെയാണ് അതിന് പുതിയ തൈകൾ പൊട്ടിക്കളിക്കുന്നത്. അപ്പോൾ നമുക്കത് സെപ്പറേറ്റ് ചെയ്ത് പുതിയ പ്ലാന്റ്സ് ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഈ ടൊളുമിയ ഓർക്കിഡ്സിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലെ സ്പൈക്ക് വന്നു കഴിയുമ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് കളയരുത്. കട്ട് ചെയ്ത് കളയാതെ അങ്ങനെ തന്നെ നിർത്തുവാണെങ്കിൽ ഇതിൽ നിന്ന് പുതിയ ബഡ്സ് വീണ്ടും വരും. അതുകൊണ്ട് ഇങ്ങനെ വരുന്ന സ്പൈക്കുകൾ നമ്മൾ സാധാരണ ഓൺസീഡിയം ഓർക്കിഡിനെ കട്ട് ചെയ്ത് കളയുന്നത് പോലെ ഇതിനെ കട്ട് ചെയ്ത്, ഇത് ഫെനലോപ്സിസിനെ പോലെയാണ്, നമ്മൾ ഈ സ്പൈക്ക് ഇങ്ങനെ നിർത്തുവാണെങ്കിൽ പുതിയ ബഡ്സ് വരും. അപ്പോൾ ഇത് ഉണങ്ങി നല്ല രീതിയിൽ യെല്ലോയിഷ് ആയിട്ട് ബ്രൗൺ കളറായിട്ട് ഒടിഞ്ഞു പോകുന്ന ആ ഒരു അവസ്ഥയിൽ മാത്രം കട്ട് ചെയ്ത് കളയുക. ഈ ഒരു ടൊളുമിയ ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് സൈസ് ടൊളുമിയ തന്നെയാണ്, ഒരു ജൈജാൻറ്റിക് സൈസാണിത്. ഇതിൽ നിന്ന് നമുക്ക് ബഡ്സ് വരുന്നത് ഇതിൻ്റെ ഈ ഓല പോലുള്ള ലീഫിൻ്റെ ഇടയിൽ നിന്നാണ്. അപ്പോൾ ഈ നേരത്തെ ബഡ് വന്ന ഭാഗങ്ങളാണ് ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നത്. പിന്നെ നമ്മൾ ടൊളുമിയാസിൽ ഫെർട്ടിലൈസർ കൊടുക്കുന്നത് സാധാരണ ഓർക്കിഡിന് കൊടുക്കുന്ന സെയിം ഫെർട്ടിലൈസറുകളും അതുപോലെ ഫംഗിസൈഡുകളും ഒക്കെ തന്നെയാണ് നമ്മൾ ടൊളുമിയ ഓർക്കിഡ്സിന് കൊടുക്കുന്നത്. അതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫെർട്ടിലൈസറുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല വലിയ സ്പൈക്കുകളൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇത്ര ശ്രദ്ധ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഈ പ്രാവശ്യം മിക്കതിലും വന്ന സ്പൈക്കുകൾ വളരെ ചെറുതാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഫെർട്ടിലൈസർ കൊടുത്ത് നിർത്തുവാണെങ്കിൽ ഉണ്ടാവുന്ന സ്പൈക്കുകൾ വളരെ നീളമുള്ള നല്ല കൊലകൊലയായിട്ട് നല്ല ഫ്ലവേഴ്സ് ഉണ്ടാവും. അതുപോലെ കളറും ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റ് ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ് കളറിലുള്ള ഫ്ലവറും ബിഗ് ആയിട്ടുള്ള ഫ്ലവറുകളും ഒക്കെ നിങ്ങൾക്ക് ഓർക്കിഡ് തരും. പിന്നെ നമ്മളുടെ വീഡിയോസിലെല്ലാം ഞാൻ ഫെർട്ടിലൈസറെല്ലാം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസറുകൾ ശരിക്കും നമ്മുടെ ഓർക്കിഡ്സിന് വളരെ നല്ലതാണ്. പക്ഷേ ഈ ഒരു ക്ലൈമറ്റ് നമ്മുടെ ഓർക്കിഡ്സിൽ ഇങ്ങനെ കൊടുക്കാൻ അത്ര നല്ലതല്ല. അപ്പോൾ നല്ല രീതിയിൽ വെയിലൊക്കെ വന്ന് നല്ല ഒരു സമ്മർ സീസൺ ആയി കഴിയുമ്പോൾ നമുക്ക് എല്ലാ ജൈവവളങ്ങളും നമ്മളുടെ ഓർക്കിഡ്സിൽ അപ്ലൈ ചെയ്യാം. അതെന്തൊക്കെയാണെന്ന് ഞാൻ പിന്നെ തുടർന്നുള്ള വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലൊക്കെ കാണിച്ചു തരാം. ഓർക്കിഡ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലാണോ അത് ഇരിക്കുന്നത് ആ സാഹചര്യമായിട്ട് അത് പൊരുത്തപ്പെടാനായിട്ട് വളരെ ഒരു കഴിവുള്ളൊരു പ്ലാന്റാണ്. ഇപ്പോൾ സാധാരണ നമ്മുടെ പ്ലാന്റ്സൊക്കെ ഒരു 2 ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിപ്പോവും. പക്ഷേ ഓർക്കിഡ്സ് അങ്ങനെയല്ല. ഓർക്കിഡിൽ നമ്മൾ ഒരു മാസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അതിൽ ചെറിയ ഒരു ഉണക്ക് പോലെ ഒന്നും ഉണ്ടാവത്തതേ ഉള്ളൂ. പക്ഷെ നമ്മൾ വീണ്ടും അതിന് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലൊരു കെയറിങ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് റിക്കവറായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു കഴിവുള്ളൊരു പ്ലാന്റാണ് ഓർക്കിഡ്സ്. ഇപ്പോൾ വെള്ളം കൂടുവാണെങ്കിൽ അത് നശിച്ചു പോവുകയാണെങ്കിൽ വീണ്ടും അതിന് പുതിയ കിക്കീസ് ഉണ്ടായിട്ടൊരു ഗ്രോത്ത് ഉണ്ടാകാനുള്ള ചാൻസ് കാണുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓർക്കിഡ്സിന് ഭയങ്കര ഇഷ്ടമാണ്. ഓർക്കിഡ്സിന് നമ്മൾ ഒരു ഓവർ കെയറിങ്ങിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ നമ്മൾ കറക്റ്റായിട്ട് ഒരു സ്നേഹത്തോടു കൂടി ഒരു പരിചരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാ പ്ലാന്റ്സിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ എങ്ങനെയാണോ അതിന് ഇൻപുട്ട് കൊടുക്കുന്നത് ആ ഒരു ഔട്ട്പുട്ടായിരിക്കും നമ്മുടെ പ്ലാന്റ്സ് നമുക്ക് തരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ അതിനെ കെയർ ചെയ്ത് നല്ല ഒരു ഫെർട്ടിലൈസറും ഒക്കെ കറക്റ്റായിട്ട് കൊടുത്ത് ഒക്കെ പരിപാലിക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് ആ പ്ലാന്റ് തന്നിരിക്കും, ഉറപ്പാണ്. നമ്മൾ കറക്റ്റായിട്ട് ഫെർട്ടിലൈസർ ഇടയ്ക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വന്ന സ്പൈക്കുകളിൽ അത് കാണാനും ഉണ്ട്. കണ്ടോ, ഇപ്പോൾ ഒരുപാട് നീളത്തിലുള്ള സ്പൈക്കുകളൊന്നും അല്ല വന്നിട്ടുള്ളത്, എങ്കിലും നല്ല ഭംഗിയിലുള്ള ഫ്ലവേഴ്സാണ്. ഈ ഫ്ലവർ കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഇതൊക്കെ കൊടുത്ത് അതിനെ പരിചരിക്കാനായിട്ട് തോന്നിപ്പോവും. അതങ്ങനെയാണ്. ഗാർഡൻ ചെയ്യുന്നവർക്ക് അറിയാം. നമ്മൾ
നല്ല ഒരു കെയറിങ്, നമുക്ക് നല്ല ഒരു ഫ്രഷ് ഫീലൊക്കെ തരുന്ന ഒരു സംഭവമാണ് ഗാർഡൻ, അതുപോലെ ഫ്ലവേഴ്സ് എന്നൊക്കെ പറയുന്നത്. ആ ഒരു പച്ചപ്പ് കാണുമ്പോൾ എത്ര ഡിപ്രഷനുള്ള ആൾക്കാരാണെങ്കിലും നമ്മുടെ ഈ പച്ചപ്പ് കണ്ടു കഴിഞ്ഞ് ആ ഡിപ്രഷനിൽ ഒരു 50% എങ്കിലും അതിന് സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് നമ്മുടെ പ്ലാന്റ്സിന്. ഇപ്പോൾ നിങ്ങൾ ഡിപ്രസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു തെറാപ്പിയാണ് ശരിക്കും ഇതൊരു. അപ്പോൾ നിങ്ങൾ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വളർത്തി അതിനൊന്ന് കെയർ ചെയ്ത് ആ ഒരു ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മാറ്റം നമ്മുടെ മൈൻഡിലും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും പ്ലാന്റ്സിനെ സ്നേഹിക്കുക, വളർത്തുക, പരിചരിക്കുക ഒക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും പ്ലാന്റ്സിനെയും പൂക്കളെയൊക്കെ സ്നേഹിച്ച് നിങ്ങൾ നല്ലൊരു സന്തോഷം കണ്ടെത്തുക നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ടൊളിമ്നിയ ഓർക്കിഡ്സിൻ്റെ കെയറും അതിൻ്റെ പരിപാലന രീതികളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും എൻ്റെ ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.